Hello guys. ഒരു വ്യക്തിക്ക് രീതിയിലുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഗൈസ്. എവറി ടൈം ദിസ് കുക്കർ. ഹലോ ഗായ്സ്, എൻ്റെ പേര് വിദ്യ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗായ്സ്. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോഴത്തേന് കേട്ട് മടുത്ത് കാണും. പക്ഷേ ഒരു എഫക്റ്റീവും അതേപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ബിഗിനറാണ്. എനിക്ക് സ്കിൻ കെയർ സത്യം പറഞ്ഞാൽ എന്തുവാന്ന് അറിയത്തില്ല, എന്തൊക്കെ പ്രോഡക്റ്റ്സ് എനിക്ക് വേണമെന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഡെയിലി എന്നും ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റ്സ്, എന്നാൽ ഒരുപാട് പ്രോഡക്റ്റ്സും കാര്യങ്ങളൊന്നും വേണ്ട, ബട്ട് എൻ്റെ സ്കിന്നൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ് ഇത്. എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സും അതേപോലെ തന്നെ ബേസിക്കായിട്ട് എന്നും ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസിന് മാത്രമല്ല. ഇപ്പോൾ ഒരു ബിഗിനർ എന്ന് പറയുമ്പോഴും എനിക്കിപ്പോൾ ഒരു 40-45 വയസ്സുള്ള ആൾ സ്കിൻ കെയർ ഞാൻ തുടങ്ങാൻ പോവാം. അപ്പോൾ ഞാനൊരു ബിഗിനർ, ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും സ്കിൻ കെയർ തുടങ്ങണം. ബട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊരു ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചുരുക്കം കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് ഇത്. അതേപോലെ തന്നെ ഓരോ വ്ളോഗ്സിലും ഓരോ ഷോർട്സിലും കുറേ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇടുന്ന ഒരു കാര്യം, അവരുടെ സ്കിൻ കെയർ റുട്ടീൻ വീഡിയോയും ഷോർട്സൊക്കെ ഇടുമ്പോൾ അതിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് അവർ ഇൻവോൾവ് ചെയ്തിട്ട് അവരിടും. ലൈക്ക് അവരൊരു ബിഗിനറൊക്കെ കഴിഞ്ഞിട്ട് കുറേ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ട് അവർ ആ പ്രോഡക്റ്റ്സ് ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതെന്ന് പറയുന്നത് ഗ്രാജുവലി അവരുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസിനനുസരിച്ച് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് അവർ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ബിഗിനർ എന്ന നിലയിലും അതേപോലെ തന്നെ ഒരുപാട് പ്രോഡക്റ്റ്സ് എനിക്ക് വേണ്ട, സ്കിന്നിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നവർ ആ കാണുന്ന പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ വളരെ വളരെ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെ കാണുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക. നിങ്ങളുടെ സ്കിന്നിന് ബേസിക്കായിട്ട് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ ഇതിൽ പറയത്തുള്ളൂ. സോ ഗൈസ്, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, ഇപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ്, നമ്മുടെ മുഖം നമ്മൾ രാവിലെ ഇപ്പോൾ എണീക്കുന്ന സമയത്ത് എന്താണ്, നമ്മുടെ മുഖം നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ ഫേസ് വാഷ് ചെയ്യേണ്ട സമയത്ത് എന്താണ്, നമുക്ക് നോർമലായിട്ട് എന്തെങ്കിലും ഒരു ഫേസ് വാഷോ ക്ലെൻസറോ വേണം. ഇപ്പോൾ ഫേസ് വാഷും ക്ലെൻസറും പിന്നെന്താണ് സ്ക്രബ്ബറും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഇറക്കുന്നുണ്ട്. പക്ഷേ ഒരു മനുഷ്യന് മുഖത്ത് കുറച്ച് ഡേർട്സും ഇമ്പ്യൂരിറ്റീസും രാവിലെ എണീക്കുമ്പോൾ ഒന്ന് കഴുകിക്കളയാൻ ആവശ്യമുള്ളത് ഒരു ഫേസ് വാഷ് മാത്രം മതി. ഓക്കെ, ഫേസ് വാഷ് ഇൻക്ലൂഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഫേസ് വാഷ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് സൾഫേറ്റ്സും പാരബിൻസും ഇല്ലാത്ത ഫേസ് വാഷ് നിങ്ങൾ എടുക്കുക. സൾഫേറ്റ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ സോപ്പിൽ കാണുന്ന ഈ പദം ഒരുപാട് പേരില്ലേ, അതാണ് സൾഫേറ്റ്സിൻ്റെ പരിപാടി. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരുപാട് നല്ല ആവശ്യമുള്ള ഓയിൽസൊക്കെ നഷ്ടപ്പെട്ട് ഡ്രൈ സ്കിന്നൊക്കെ നമുക്കാവും. അതുകൊണ്ടാണ് സൾഫേറ്റ്സും പാരബിൻസും അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സിമ്പിൾ എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ്. ഇത് നോർമലായിട്ട് ഭയങ്കരമായിട്ട് പതയോ ഒന്നും ഫോം ചെയ്യത്തില്ല, ഒരു അത്യാവശ്യം നമ്മുടെ സ്കിന്നിന് ജെൻറ്റിലായിട്ട് തരുന്ന ഒരു പരിപാടിയാണ്. സൾഫേറ്റ്സോ പാരബിൻസോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ്, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ക്ലെൻസർ. ബട്ട് ക്ലെൻസർ ഞാൻ അങ്ങനെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ക്ലെൻസർ എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ കുറച്ചും കൂടെ ഈ മേക്കപ്പ് ഒക്കെ ഇടുന്നവരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഒന്നും കൂടെ ഹെൽപ്ഫുള്ളാണ് ക്ലെൻസർ. പക്ഷെ നമുക്ക് നോർമലായിട്ടൊരു ഫേസ് വാഷ് മതി. ഓക്കെ, അപ്പോൾ ഒരു ഫേസ് വാഷ് ഫസ്റ്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഗൈസ്, നമ്മളിപ്പോൾ ഫേസ് വാഷ് പറഞ്ഞു അല്ലേ. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വരുന്നൊരു സ്റ്റെപ്പാണ്, ഞാൻ ഇപ്പോൾ ഇനി വയസ്സ് വെച്ചിട്ട് പറയാം. ഒരു 20-21 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ടോണറാണ് ഉപയോഗിക്കേണ്ടത്. ലൈക്ക് ഒരു 14, 15, 16, 17, 18, 19, 20, 21 വയസ്സുള്ള കുട്ടികൾ അവർ ടോണർ ഉപയോഗിക്കുമെന്ന് ചോദിച്ചാൽ ടോണർ ഒരുപാട് തരത്തിലുള്ള ടോണർ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ ഒരു ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ളൊരു ടോണർ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ പാരബിനും സൾഫേറ്റും ഇല്ലാത്തൊരു ടോണർ യൂസ് ചെയ്യണം. ഓക്കെ, ബട്ട്
ചില സ്കിൻ ടൈപ്സിന് ചിലപ്പോൾ ചില ടോണേഴ്സ് ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. ലൈക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് അതുകൊണ്ടാണ് ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ടോണർ യൂസ് ചെയ്യണം. ഏത് ഏജിനാണ്? 20-21 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ടോണർ നിങ്ങൾ യൂസ് ചെയ്യണം. ഏതെങ്കിലും ഒരു ടോണർ. ഓക്കെ, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണറാണ്. ആൻഡ് പാരബനോ സൾഫേറ്റ്സോ ഇല്ലാത്ത ടോണർ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി ഈ ഒരു ടോണർ അല്ലെങ്കിൽ ഒരു സീറം, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ ഈ സീറം യൂസ് ചെയ്യേണ്ട വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 20-21 വയസ്സിന് മുകളിലുള്ള ആളുകൾ യു ക്യാൻ യൂസ് സീറം. നിങ്ങൾക്ക് ടോണർ അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല. കാരണം ടോണറും എല്ലാവർക്കും യൂസ് ചെയ്യാം. ബട്ട് നമ്മുടെ സ്കിന്നിന് ഒരു 20-21 വയസ്സിന് മുകളിലുള്ളവർക്ക് സീറം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഏജ് തൊട്ടാണ് നമ്മുടെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് വന്നു തുടങ്ങുക. എന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് കൊളാജനും അതേപോലെ എലാസ്റ്റിസിറ്റിയും നഷ്ടപ്പെട്ടു തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് എന്ന് വെച്ചാൽ ഒരു ആക്റ്റീവായിട്ട് കുറേ ഇൻഗ്രീഡിയൻസ് നിറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് സീറം എന്ന് പറയുന്നത്. അപ്പോൾ സീറത്തിൽ അത്രത്തോളം ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാറ്റാൻ. അപ്പോൾ ഒരു 20 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾ ഇതേപോലത്തെ സീറം അവരുടെ ഏജിൽ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ആ ഒരു ഏജിൽ ആവശ്യമില്ല. കാരണം അവരുടെ ആ ഒരു ഏജിൽ ഭയങ്കരമായ ആക്റ്റീവായിട്ട് കൊളാജനും ബൂസ്റ്റായിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് സീറത്തിൻ്റെ ആവശ്യം ആ ഒരു ഏജിലില്ല. ഇപ്പോൾ ഒരു 21 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണെങ്കിൽ കുറച്ച് നഷ്ടപ്പെട്ട് തുടങ്ങും. അതിനനുസരിച്ചാണ് ഒരു ഭയങ്കരമായിട്ടൊരു ആക്റ്റീവായിട്ട് കുറേ അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് സീറം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരു സീറം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 20-22 വയസ്സിന് മുകളിലുള്ള ആളുകൾ, പിന്നെ 18-17 വയസ്സുള്ള കുട്ടികൾ ഈ ഓരോന്ന് കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഓരോ സീറം വാങ്ങിക്കും. അതെന്ന് പറയുന്നത് ഇടുന്നവർ പറയത്തില്ല ഇത്ര ഏജിന് യൂസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന രീതി ആണെന്ന് വിചാരിച്ച് ഇവരെന്തോ ചെയ്യും, ഇവർ വാങ്ങിക്കും. അതിലൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സീറം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ 22 വയസ്സിന് മുകളിലുള്ളവർ എന്തെങ്കിലും ഒരു സീറം യൂസ് ചെയ്യാം. ബിഗിനറിന് ഐ വിൽ റെക്കമെൻഡ് വൈറ്റമിൻ സി സീറം. എന്നിട്ട് പയ്യെ ഒരു ഹൈലറോണിക് ആസിഡ് സീറവും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തേർഡ് സ്റ്റെപ്പാണ് സീറം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് കഴുകുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിലോ 21 ഇയേഴ്സിന് ഏജ് ഉള്ളവർ ടോണർ യൂസ് ചെയ്യാം. എബോ 21 ഇയേഴ്സ് ഏജ് ഉള്ളവർ സീറം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയേ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടിയാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസറിന് ഏജ് സ്പെസിഫിക് ഒന്നുമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിൽ യൂസ് ചെയ്യാൻ നോക്കുക. ഭയങ്കരമായിട്ടൊരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ ഇൻക്ലൂഡ് ചെയ്താൽ അത്രയും നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്ന് എപ്പോഴും മോയ്സ്ചർ കണ്ടൻറ്റ് ഇങ്ങനെ വെക്കണമെന്നില്ല. അതങ്ങ് പൊക്കോണ്ടേയിരിക്കും. നമ്മൾ വെള്ളം കൂടെ കുടിച്ചില്ലെങ്കിൽ പൊക്കോണ്ടേയിരിക്കും. പിന്നെ നോക്കണ്ട, സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. പിന്നെന്താണ്, ഡീഹൈഡ്രേറ്റഡ് ആവും സ്കിൻ. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു മോയ്സ്ചർ ഭയങ്കരമായിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് നമുക്ക് മോയ്സ്ചറൈസർ തരുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് മോയ്സ്ചർ, വെള്ളത്തിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ലോക്ക് ചെയ്ത് വെക്കുന്ന സംഭവമാണ്. അപ്പോൾ ഒരു ഹൈഡ്രേറ്റിംഗ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കാം. ഞാൻ ഈ സിമ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ഹൈഡ്രേറ്റിംഗ് ലൈക്ക് മോയ്സ്ചറൈസറാണ്. ഐ തിങ്ക് എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആണ്. പാരബനോ സൾഫേറ്റും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ്. ഇനി 5ാമത്തെ ഫൈനലായിട്ട് എല്ലാ വ്യക്തികളും ഒരു വയസ്സ് തൊട്ട് തന്നെ, കുഞ്ഞുങ്ങൾക്ക് തൊട്ട് തന്നെ 60-70 വയസ്സുള്ള ആളുകൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ. സൺസ്ക്രീന് ഒരു ഏജിൻ്റെ കാര്യമേ നിങ്ങൾ ചിന്തിക്കേണ്ട, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സൺസ്ക്രീൻ. കാരണം അത്രത്തോളം ഈ ഒരു ചൂടിൻ്റെ ഈ ഹാംഫുൾ റേസും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അത് ഇപ്പോൾ പറഞ്ഞതിന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു സൺസ്ക്രീൻ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ. UVA റേസും UVB റേസും ഇത് രണ്ടിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ മിനിമം SPF 30 ആണ് ഞാൻ പറയുന്നത്. മിനിമം SPF 30. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ സൂര്യനിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു 30 മടങ്ങ്
ഒരു SPF ഉപയോഗിക്കാം. അതിൽ കുറഞ്ഞത് ഉപയോഗിക്കേണ്ട, കാരണം അത് കുറഞ്ഞത് യൂസ് ചെയ്ത ഒരു കാര്യമില്ല. ഇനി SPF 50 വരെ ഉള്ള സംഭവം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ അതൊന്നും കൂടെ നിങ്ങളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ഗൈസ്, ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ വിത്തൗട്ട് പാരബൻ സൾഫേറ്റ്സ് ഇല്ലാത്തൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഈ അക്വലോജിക്കയുടെ ഇത് SPF 50+ ആണ്. UVAയും UVBയും ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഐ തിങ്ക് ഇതെല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആയിട്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ 5 സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. ഇതാണ് ഒരു മനുഷ്യന് എസെൻഷ്യലായിട്ട് വേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്. അതേപോലെ തന്നെ ഡെയിലി സ്കിൻ കെയറിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോസോ അല്ലെങ്കിൽ വേറെ ഒരു ഇതിലോ അവരൊരു സീറം ഉപയോഗിച്ചു, അവരൊരു സൺസ്ക്രീൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളൊന്നും വാങ്ങിച്ചു കൂട്ടാണ്ട് ഇപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ, എനിക്ക് ബേസിക്കായിട്ടൊരു മനുഷ്യന് വേണ്ട പ്രോഡക്റ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊന്നും ഈ പാരബൻസോ സൾഫേറ്റ്സോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിക്കുക, അത് ഞാൻ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എൻ്റെ ആക്നെ മാറാൻ ഒരു സീറം എനിക്ക് വേണം, അവർ ആ സീറം യൂസ് ചെയ്തു അതുകൊണ്ട് ഞാനത് വാങ്ങിക്കാൻ പോവാം. എൻ്റെ ഡാർക്ക് സർക്കിൾ മാറാൻ ഒരു സീറം അല്ലെങ്കിൽ ഒരു ക്രീം ഞാൻ കണ്ടു, അത് വാങ്ങിക്കാൻ ഞാൻ പോവാം. അതൊന്നും ഒരു ബിഗിനറിന് ആവശ്യമേ ഇല്ല. ഓക്കെ ഗൈസ്, അവർക്ക് ആവശ്യമേ ഇല്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ്സ് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്നും ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ഇതാവണ്ട. സംഭവം ഇത്രയൊക്കെ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ഇത്രയേ ഉള്ളൊരു ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ വേണമെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് അനുസരിച്ചിരിക്കും. അത് ഒരു ബിഗിനർ എന്ന നിലയിൽ ഇപ്പം അത് ഒരുപാട് ചിന്തിച്ച് കുളമാക്കണ്ട. നമുക്കിതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് പെയ്യെ കൊണ്ടുപോയാൽ മതി. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പെയ്യെ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ കഴിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ചുരുക്കി സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കൂ, ഞാൻ പറയാം ഇതിനെ പറ്റിയിട്ട്. സ്കിൻ കെയറിൽ വേറെ എന്തെങ്കിലും പ്രോഡക്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോളൂ, വി ക്യാൻ ഡിസ്കസ് ഇൻ ദാറ്റ്. ഇപ്പം ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് ആണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എനിക്ക് ഓരോ പ്രോഡക്ട്സ്, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് തന്നെ നിങ്ങൾ വാങ്ങിക്കണമെന്നൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഇതാണ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു സ്കിൻ ടൈപ്പിനോ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ ആകെ പറയുന്ന ഒരു കാര്യം, ഒരുപാട് കെമിക്കൽ ഇല്ലാത്ത സംഭവങ്ങൾ വാങ്ങിക്കാൻ നോക്കുക, നമ്മുടെ സ്കിന്നിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ. അത്രയേ ഞാൻ പറയുന്നുള്ളൂ, വേറൊന്നുമില്ല. ആൻഡ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ജെന്യുവിനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.